നീ ആരോമയുടെ അടുത്ത് പിണങ്ങിയോ? ചെറുതായി, വലിയ കാര്യമൊന്നുമില്ല. അതിന്റെ അടുത്ത് പിന്നെ പറയാം. എന്നാ പോയി കുളിക്ക്, ഞാൻ കളരി വരെ പോയിട്ട് വരാം. നീ വരുന്നില്ലേ? ഈ കോലത്തിലോ? അത് മറന്നു, ഞാൻ പോയിട്ട് വരാന്ന. അല്ല, ജിത്തും വേദമൊക്കെ എവിടെ? അവര് രാവിലെ തന്നെ കളരിയിൽ പോയി. ഞാനും അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ. അമ്മിങ്ങ് മാറി, ഞാൻ വെച്ചു കൊടുക്കാം. വേണ്ട, അമ്മ തന്നെ വെച്ചു തന്നാൽ മതി. അതെന്താ, സാധാരണ എന്തിനും അവള് തന്നെ വേണമല്ലോ. ഇന്ന് നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്നാ ഞാൻ കുളിക്കട്ടെ. നിവീസെ, എന്നെ റൂമിലൊന്നാക്കി തരും. ചെറിയൊരു മേലുവേദന. ഞാൻ കൊണ്ടാക്കാം. വേണ്ട, നിവി വാ. എല്ലാരും കഴിച്ചു കഴിഞ്ഞില്ലേ? അക്കുമോള് മാത്രം കഴിച്ചിട്ടില്ല. ആര്യമോള് കൊണ്ടുപോയി കൊടുത്തിട്ടും കഴിച്ചിട്ടില്ല. രണ്ടും തമ്മിൽ എന്തോ വഴക്കുണ്ടായെന്ന് തോന്നുന്നു. അത് നാളെ രാവിലെ ആവുമ്പോഴേക്കും മാറിക്കോളും. കുഞ്ഞി മോളെ, ഒന്ന് വാതിൽ തുറക്കടാ. ആരോമൊന്ന് പറയട്ടെ. എന്തോ ആരോമേ വാതിൽ തല്ലിപ്പൊളിക്കുന്നത്? അത് നീ വാതിൽ തുറക്കാത്തത് കൊണ്ട് ചുമ്മാ ചെയ്തതല്ലേ. എന്താ വന്നേ? അത് പിന്നെ കുഞ്ഞി, വേണമെന്ന് വെച്ചിട്ടല്ല. സിദ്ധുവേട്ടനും ഞാനുമായിട്ടുള്ള ബന്ധം നിന്നോട് മറച്ചു വെച്ചത്. എപ്പോഴും അടിയുണ്ടാക്കി നടന്ന ഞങ്ങൾ ഇഷ്ടത്തിലാണെന്നൊക്കെ നീയൊക്കെ അറിഞ്ഞാൽ കളിയാക്കി കൊല്ലോലാന്ന് കരുതിയേട്ടാ. കുഞ്ഞി, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, മിണ്ടാതെ നടക്കല്ലേ പൊന്നി. എനിക്കത് മാത്രം സഹിക്കില്ലടാ. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വരെ ഞാൻ വേണ്ടെന്ന് വെച്ചേക്കാം. ഓഹോ, അപ്പോൾ എന്റെ ഏട്ടനെ തേക്കാനാണ് പരിപാടിയല്ലേ? എന്റെ ആരോമേ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. എന്നോട് പറയാതിരുന്നതിന് ഒക്കെ എനിക്ക് ചെറിയ വിഷമുണ്ടായി. അതൊക്കെ അപ്പ തന്നെ പോയി. അതൊക്കെ പോട്ടെ, ഇതെപ്പോ തുടങ്ങി? 3 വർഷം. 3 പറയുമ്പോൾ ഞാൻ പോയ ആ വർഷമോ? അതെ, കൊള്ളാം. ഇത്രയും നാളായിട്ടും എന്നോട് പറയാൻ തോന്നിയോ? അത് കുഞ്ഞി, അത് വിട്. ഇപ്പൊ ഞാൻ ക്ഷമിച്ചു. പക്ഷെ സിദ്ധുവിനോട് ഞാൻ ക്ഷമിക്കില്ല. എന്നും കുറെ നേരം സംസാരിക്കുന്ന ആളാ. അതിനിടയിൽ ആരോമയുടെ കാര്യങ്ങൾ ചോദിച്ചാൽ 2 ചാട്ടവും ഉണ്ടാവും. തിരിച്ചും ആരോം അങ്ങനെ തന്നെയാണ്. ഇളിക്കല്ലേ? എന്നാ പോയി ഉറങ്ങിക്കോ. രാവിലെ എനിക്ക് കളരിയിൽ പോണം. ഇന്ന് പോവാൻ കരുതിയതാ. അന്നേരമാണ് ആ മാക്കാനോട് അടി ഉണ്ടാക്കിയത്. എന്റെ കുഞ്ഞി, നിങ്ങൾ രണ്ടും തമ്മിലുള്ള അടി എന്ന് തീരുമടി? ചത്താലും തീരാൻ പോകുന്നില്ല ആരോമേ. ഇന്ന് ഞാൻ ഇവിടെയാ കിടക്കുന്നത്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് പ്രശ്നം? അരമ വാ, നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാം. പിന്നെ ആ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേരി. അതെന്തിനാ? ഇല്ലെങ്കിൽ 4 മണിയാകുമ്പോഴേക്കും തുടങ്ങും അലാറം അടിക്കാൻ. ആരമക്ക് അലാറില്ലേലും അടിക്കാൻ. എനിക്ക് വയ്യ ഉറക്കം കളയാൻ. ഓ ശരി, കിടക്ക. എന്നാ മാനത്തുന്നമ്പിളി മാമനെ കാണാൻ മാറത്തു നീയൊന്നു ചാഞ്ഞിടേ. മഞ്ജുനിലാവിൻ മഞ്ചിമയോടിന്നു കൊഞ്ചിക്കൊണ്ടിന്നിട നെഞ്ചിലായി കൊഞ്ചിക്കൊണ്ടിന്നിട
നെഞ്ചിലായി രാരീരം രാരീരം രാരിരാരീരം രാരീരം രാരീരം രാരിരാരീ. ഗുഡ് മോർണിംഗ് കുഞ്ഞി. അല്ല അരുമേ, ഞാൻ എനിട്ടപ്പോൾ അരുമ എന്തിനാ ചിരിച്ചോണ്ടിരുന്ന്? സിദ്ധുവേട്ടനെ ഓർത്തിരിക്കുവായിരുന്നല്ലേ കൊച്ചു കള്ളി. അല്ല എൻ്റെ കുഞ്ഞി, നിന്നെ കുറിച്ച് ആലോചിച്ചതാ. എത്ര പെട്ടെന്നാ നീ അങ്ങ് വളർന്നതെന്ന് ആലോചിക്കുകയായിരുന്നു. ആ കുഞ്ഞി ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ആരും നമുക്ക് വേറെ ഒന്നും ആലോചിക്കാൻ കിട്ടിയില്ലേ? പിന്നെ ഞാൻ എന്താലോചിക്കാനാ കുഞ്ഞി? ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, നീയും മനുഷ്യയും എൻ്റെ കൂടെ നടക്കാൻ വേണ്ടി അടിയുണ്ടാക്കുന്നതും. വളർന്നപ്പോൾ പിന്നെ അതിനൊരു പുത്തിരിയല്ലായിരുന്നല്ലോ. രാവിലെ തന്നെ ആ കാട്ടുമാക്കാൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ഒരു ദിവസം കളഞ്ഞു. ആരും നമുക്ക് വേറെ ആരുമായിട്ട് കിട്ടാത്തത് കൊണ്ടാണോ? ഞാനും നീവിയായിട്ട് അടിയുണ്ടാക്കിയിട്ടുണ്ട്, ജിത്തുവായിട്ട്, വേദായിട്ട്. എന്നിട്ട് അവരുടെ ഒന്നും പേര് പറയാതെ അവൻ്റെ പേര് മാത്രം പറയുന്നു. അതൊക്കെ ചെറുതല്ലേ കുഞ്ഞി. പിന്നെ എൻ്റെ കൊച്ചി കാട്ടുമാക്കാനൊന്നുമല്ല കേട്ടോ. പിന്നെ അവനെ പുച്ഛിക്കുന്ന നീ ചിലപ്പോൾ നാളെ അവൻ്റെ ആരെങ്കിലും ആയാലോ? വേണ്ടപ്പെട്ട ആരെങ്കിലും. മനസ്സിലായില്ല? അതൊന്ന് ക്ലിയറാക്കി പറഞ്ഞു തന്നാൽ. എൻ്റെ കുഞ്ഞി, നീ അത് വിട്ടേക്ക്. നിനക്ക് കളരിയിൽ പോവണ്ടേ? പോണം. അൻഷി വരുന്നുണ്ടെന്നാ പറഞ്ഞേ. എന്നാൽ ഞാൻ നാളെ പൊക്കോളാം. എന്താ കുഞ്ഞി, പേടിയാണോ? പേടി എനിക്ക്, അതും അവനോട്. ഒന്ന് പോ ആരുമേ. ഇന്നും കൂടി അടി ഉണ്ടാക്കിയാൽ എനിക്കും ആ കൊൻഷിക്കും ഉത്സവം കൂടാൻ പറ്റില്ല. അതുകൊണ്ടാ. അതായിരുന്നോ? പിന്നെ ആ കുട്ടികൾ ലാൻഡ് ആകുന്നുണ്ട് കേട്ടോ. ഓ, നമുക്കുള്ള പണിയായി എല്ലാരും അമ്മേ. അമ്മൂച്ചി എന്നാ വരുന്നേ? ഇന്നല്ലെങ്കിൽ നാളെ എന്നാ പറഞ്ഞേ. എന്നാ ശരി ആരുമേ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് വേണം പോകാൻ. ശരി കുഞ്ഞി. പിന്നെ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി, നല്ല തണുപ്പുണ്ട് കേട്ടോ. അല്ല ആരുമേ, നേരത്തെ എന്തുദ്ദേശം വെച്ചാ അങ്ങനെ പറഞ്ഞേ? കുൻഷിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയാലോ എന്ന്. ഒന്നുമില്ല കുഞ്ഞി, നീ പോയി ഫ്രഷ് ആവൂ. ശരി. എന്തോ ഉണ്ട്, ഞാനത് കണ്ടുപിടിച്ചോളാം. ഹലോ അമ്മുമ്മേ, വരാറായോ? എന്തായി പ്രൊജക്റ്റ്? നമുക്ക് തന്നെ കിട്ടിയോ? അമ്മുമ്മ നിന്റെ മനസ്സിലായോടി കുരിപ്പേ. ഞാൻ അമ്മുമ്മയാണെങ്കിൽ നീ എന്ത് വാച്ചെറുപ്പക്കാരിയോ? ചുമ്മാ അതൊക്കെ വിട്. എന്തായി പോയ കാര്യം? അതൊക്കെ ഓക്കെ ആടി. പക്ഷേ എന്താടി ഒരു പക്ഷേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഉണ്ടടി, ഞാൻ നേരിട്ട് പറയാം. ഓക്കെ ഓക്കെ. നീ ഇന്ന് വരില്ലേ? എയർപോർട്ടിലാടി, ചെക്കിങ്ങിന് കയറാൻ പോവാ. ഞാൻ വെക്കുവാ. സീ യു സൂൺ. ഓക്കെ ശരി അമ്മൂമ്മേ,
ഡീ അപ്പൊ ശരി, വന്നിട്ട് കാണാം. അമ്പിയമ്മായി, ഞാൻ ഇറങ്ങുവാണേ. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാക്കുമോളെ, ഇല്ലെങ്കിൽ തല കറങ്ങും കേട്ടോ. വേണ്ട അമ്പിയമ്മേ, ഞാൻ 9 മണിയാവുമ്പോഴേക്കും വരും. നിവി ഡീ ഇറങ്ങാം. അവള് നേരത്തെ ഇറങ്ങി. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്താണ്. പോവാം. ആ പോകാം. അല്ല, ജിത്ത് അവളുടെ കൂടെ പോയോ? പോയി. മക്കളെ, പോയിട്ട് അധികം താമസിക്കാതെ വരണം. ഇന്ന് വൈകുന്നേരമാണ് ഉത്സവത്തിന്റെ കൊടികയറ്റം. എല്ലാവരും അവിടെ കാണണം. ശരി മുത്തി. சின்னஞ்சிறு கூட்டுக்குள்ள சொர்க்கம் இருக்கு. ഇടി അക്കുവേ, നീ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തെങ്കിൽ എന്റെ പ്രൊജക്റ്റും കൂടി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നറിയാൻ. ഹെൽപ്പ് ചെയ്യാം. നീ മുത്തടി മുത്ത്. ബട്ട് വൺ കണ്ടീഷൻ. എന്തു കണ്ടീഷൻ? എന്റെ ബുള്ളറ്റിന്റെ കീ ആരമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരൂ. നീ പറഞ്ഞ ആരമ്മ കേക്കോടെ. ഉറപ്പ് പറയുന്നില്ല, നോക്കാം. പക്ഷെ സ്പീഡിൽ ഓടിക്കരുത്. സെറ്റ്. അക്കു, നീ എന്തായി നോക്കുന്നേ? അല്ല, ഇവിടെ ഒന്നൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് നിന്ന് പോയതാ. ഒരു മാറ്റവുമില്ല. പിന്നെ നിന്നോട് ആശാനെ കണ്ടിട്ട് കളരിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്തിനി? പ്രിയപ്പെട്ട ശിക്ഷ വൈകിയതിനുള്ള എന്തെങ്കിലും ശിക്ഷ തരാനായിരിക്കും. ഒന്ന് പോടാ, ഞാൻ പോയി ആശാനെ കണ്ടിട്ട് വരാം. എന്നാ ഞാൻ അങ്ങോട്ട് പോകാം. ശരി എന്നാ. അക്കുമോളെ, മാധവേട്ടനോ? സുഖമല്ലേ? സുഖം മോളെ. കുറെ ആയാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഇന്നലെയും കണ്ടില്ലല്ലോ. ഇങ്ങോട്ട് അയക്കാൻ കുറച്ച് ദേഷ്യത്തിലാണ്. സീനാണോ? ആണെന്ന് തോന്നുന്നു. മോൾ അങ്ങോട്ട് ചെല്ലി. ശരി ഏട്ടാ. ഈശ്വരാ, നീയേ അയ്യോ എന്റെ മഹാദേവ, എന്റെ തല പോയെന്നാ തോന്നുന്നു. ഓ, നീയായിരുന്നോടാ? പകരമിടാനിറങ്ങിയതാണോ? ഓ, നീയായിരുന്നു. നിനക്ക് ഇത് തന്നെയാണോ ഈ കുരിപ്പേ പണി? നോക്കി നടക്കാമേ. ഇങ്ങോട്ട് വന്ന് കേട്ട് എന്നെ പറയുന്നോടാ കൊച്ചി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്? പറഞ്ഞിട്ടുണ്ടോ ചെയ്യാൻ പറ്റേ? നിന്നോടും പറഞ്ഞിട്ടില്ലേ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്? എന്നിട്ട് നീ അത് കേൾക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ തന്നെ വിളിക്കും. എന്നാ ഞാൻ അങ്ങനെ തന്നെ വിളിക്കും. നീ പോടി. നീ പോടാ. എന്താ ഇവിടെ? ആശാനെ, എന്താ ഇവിടെ രണ്ടും കൂടി പ്രശ്നം? അതൊന്നുമില്ല ഗുരുവേ. എന്നിട്ടാണോ ഞാൻ ഇത്രയും ബഹളം കേട്ടത്? അത് പിന്നെ അപ്പൊ നീ എന്താ ഇന്നലെ ഇങ്ങോട്ട് വരാതിരുന്നേ? അത് അമ്പലത്തിൽ പോയി വന്നപ്പോൾ വൈകി. എന്ന് രണ്ടും കൂടി നടക്ക് കളരിയിലേക്ക്. പുല്ല് വേണ്ടായിരുന്നു. അത് തന്നെ. രണ്ടിനും വലിയ കാര്യം ഉണ്ടായിരുന്നു. എന്താ വരാൻ ഉദ്ദേശമില്ലേ? വരുവാ. അംബികി, എന്താ അമ്മേ? അമ്മമ്മോൾ എപ്പോ വരും? അതെനിക്കറിയില്ല അമ്മേ. ഡാനിയോട് ചോദിച്ചു നോക്കാം അമ്മേ. ഡാനി, എന്താ അമ്പി? അമ്മു എന്ന് വരുമെന്നറിയോ? ഇന്നോ നാളെയോ എന്നാ പറഞ്ഞേ. ആടി, നീ എത്തിയോ? ആ, ഞാൻ വരണോ? ആ, എന്നാൽ ഓക്കെ. നീ വേഗം വാ. നീ ഏകദേശം ഉച്ചയാകുമ്പോഴേക്കും വരില്ലേ? ഓക്കേടാ. ആരാ മോളെ? അമ്മയായിരുന്നു ജാനിയമ്മേ. അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. എപ്പോ വരും അവൾ? ഉച്ചയാകുമ്പോഴേക്കും. ആരുമേ, കുറച്ച് ചൂടുവെള്ളം തായോ, എനിക്ക് വയ്യ. എനിക്കും കൂടി.
നിനക്കെന്തിനാണ് ഇപ്പൊ ചൂടുവെള്ളം? പിന്നെ പുഴുങ്ങാൻ. ഓടാ, ഒന്ന് നിർത്ത് രണ്ടും. നന്നായിട്ട് പണിയിട്ടെന്ന് തോന്നുന്നു. കിട്ടി ആശാന്റെ കയ്യിന്ന്, അതും ഇവൻ കാരണം. അപ്പൊ നിനക്കൊരു പങ്കുല്ലേടി? ഓ, രണ്ടും നിർത്തുന്നുണ്ടോ? ഇവിടെ എനിക്ക് പോകാൻ നോക്ക് രണ്ടും. ഓ, ഞാൻ പോയാണ്. എന്തായിരുന്നു ജിത്തു ഇന്നത്തെ പ്രശ്നം? എന്റെ പൊന്നാരൂസേ, രണ്ടിനെയും തല തമ്മിൽ കൂട്ടിയിടിച്ചെന്നും പറഞ്ഞായിരുന്നു ഇന്നത്തെ ഇടിക്കുള്ള കാരണം. അത് കണ്ടോണ്ടാ ആശാൻ വന്നേ. മതിയല്ലോ, രണ്ടിന് ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്. എന്നാ പോയി എല്ലാരും കുളിച്ചേച്ചും വാ, ഭക്ഷണം എടുത്തു വെക്കാം. ശരി ആരൂസേ. സുഖല്ലാരും കൊച്ചേ? ആടി പുറ മടിച്ചു വീണ നല്ല സുഖ ആണല്ലേ? ഒന്ന് എനിക്ക് മാറാമോ പ്ലീസ്? വൈ നോട്ട്? സമാധാനായി. ജാനിയമ്മേ, ഇവിടുത്തെ രണ്ടാമത്തെ പുത്രി എത്തി. വന്നോ? അമ്മുമോളെ, യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു മുത്തശ്ശി. അമ്മുമോളെ, നീ വന്നോ? വന്നേ. ആരുവേ, അൻഷി വന്നോ? അൻഷിയും വന്നു, ആരോണും അവനും എത്തിയിട്ടുണ്ട്. എന്നാ ഞാൻ പോയി ഒന്ന് കുളിച്ചേച്ചും വരാം. എല്ലാവരും വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിക്കണേ മോളെ, ഞാനൊന്ന് കിടക്കട്ടെ. അമ്മു, എടി നിനക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ആടി, കുറെ കാര്യം പറയാനുണ്ട്. അമ്മു, അപ്പൊ നമ്മുടെ സംശയം സത്യമായിരുന്നല്ലേ?